ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇപ്രാവശ്യം ഞാൻ പഞ്ചാബിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ കുറച്ച് ഷോർട്ട്സ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പഞ്ചാബിലേക്ക്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ പോയത് കില ഗോബിത്ഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. ഇറ്റ്സ് ആക്ച്വലി എ ഹിസ്റ്റോറിക് മ്യൂസിയം. ഇതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് പഞ്ചാബ് അമൃത്സർ തന്നെയാണ്. പഞ്ചാബിൽ നമ്മൾ എവിടെയൊക്കെ പോകണമെന്ന് ഐറ്റിനറി സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു ലിസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം നടന്ന് കാണാം. പക്ഷെ നടന്ന് കാണുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ലോങ്, ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയായിരിക്കും. നമുക്ക് അത്യാവശ്യം കുറേ നടക്കാനുണ്ട്. സോ ഞങ്ങൾ അവിടെ ഇങ്ങനത്തെ ഒരു വണ്ടി വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ടും അത്യാവശ്യം നല്ല ടൈമൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക് മ്യൂസിയം ആണ്. അതിൻ്റെ കാഴ്ച തന്നെയാണ് അതിൻ്റെ ഭംഗി തന്നെ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ സ്പീഡിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത്രയും അധികം നമുക്കത് ട്രാവൽ ചെയ്ത് വരാം. നമുക്കിത് വേണമെങ്കിൽ നടന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു 3D ഫിലിം, 3D അല്ല 4D ഫിലിം കളിക്കുന്നുണ്ട്. സോ ഞങ്ങളതിൽ കാണാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അതൊരു അവിടുത്തെ രാജാവായിട്ടുള്ള രഞ്ജീത് സിംഗിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അവിടെ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അതിനുശേഷം ഞങ്ങൾ പോയത് വാൽമീകി ടെമ്പിളാണ്. സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് ഇറ്റ് ഇസ് വെൽ മെയിൻറ്റെയിൻഡ്. ഭയങ്കര ക്ലീൻ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ അവിടെ നിന്നൊക്കെ. ഇതൊരു അമ്പലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലത്തെ അമ്പലങ്ങളെ പോലെ അല്ല, നോർത്തിലെ അമ്പലങ്ങളൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണിത്. ഭഗവാൻ വാൽമീകി അമ്പലം എന്നുള്ളത്. സോ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് നമുക്ക് ചന്ദനമൊക്കെ ഇട്ട് തരും. പക്ഷേ ശേഷം അവർ പൈസയൊക്കെ ചോദിക്കും. അങ്ങനെ പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേറൊരു ചെറിയൊരു അമ്പലം കൂടി ഉണ്ട്. സോ അവിടെ ഇങ്ങനെ ഒരു മുതലയുടെ വായക്കൂടെ നമുക്കിങ്ങനെ പോയിട്ട് അതിൻ്റെ അറ്റത്തേക്ക് എത്തുമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല, ബട്ട് അത് ഒരു രസമായിട്ട് തോന്നി. അങ്ങനെ ഇതിൻ്റെ അകത്ത് കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ട്. അതെന്തൊരു കഥയൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കഥ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് കഥ അറിയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അങ്ങനെ ഞങ്ങൾ ചുറ്റും അതിൽ കൂടെയൊക്കെ നടന്നു. നല്ല അടിപൊളിയായിട്ടുള്ള 2 സ്ഥലം ഞങ്ങൾ പഞ്ചാബിൽ വിസിറ്റ് ചെയ്തു. So that's it. Bye.